ഹായ് ഡിയേഴ്സ്, എം ജി യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ 2020 അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴേ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കാനും അഡ്മിഷൻ സമയത്ത് ഇനി അതിനുവേണ്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പല ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ഡോക്യുമെൻറ്റ്സ് ഇൻ ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. So these are the documents that are to be produced at the time of admission. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അലോട്ട്മെൻറ്റ് മെമ്മോ, വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ. അത് അലോട്ട്മെൻറ്റ്സ് വരുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നതായിരിക്കും. ആ മെമ്മോയിൽ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എപ്പോഴാണ് അതിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അവിടെ കാണിക്കേണ്ടതാണ്. ഇനി മറ്റൊരു ഡൗട്ട് വരിക, മാനേജ്മെൻറ്റ് സീറ്റ്സിലാണ് നിങ്ങൾ കയറിയതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവുന്നതല്ല. ഇൻ ദാറ്റ് കേസ് അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലാതെ ക്യാപ്പ് വഴി ആരൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കീപ് ദാറ്റ് റെഡി. പിന്നെ വേണ്ടത് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് മുതൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് മതി. അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇനി പോവോ അല്ലെങ്കിൽ കിട്ടാതെ ആവുമോ എന്നൊന്നും പേടിക്കേണ്ട. ഈ എല്ലാ ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തിരിച്ചു തരുന്നതായിരിക്കും. TC ഒഴികെ, TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതിപ്പോൾ തന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടുന്നതാവും. അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പിന്നെ വേണ്ടത് TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒറിജിനൽ തന്നെ വേണം, കോപ്പി എടുത്തിട്ട് കൊണ്ടുപോയാൽ പോരാ. പിന്നെ ഗ്രേഡ് കാർഡ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓഫ് യോർ ഡിഗ്രി എക്സാമിനേഷൻ, അതിൻ്റെ പ്രൊവിഷണൽ. ഇനി ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. മാർക്ക് ലിസ്റ്റും ഗ്രേഡ് കാർഡ്സും എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം അതർ യൂണിവേഴ്സിറ്റി. അതായത് MG യൂണിവേഴ്സിറ്റിയിലല്ല നിങ്ങൾ ഡിഗ്രി പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലല്ല പഠിച്ചതെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റി, എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഡിഗ്രി പഠിച്ചത്, MG യൂണിവേഴ്സിറ്റിയിലാണ് ഇനി PG ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആ ഡിഗ്രി MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രീനോട് ഇക്വലൻ്റ് ആണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഈക്വലൻസി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് ആയാലും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് അഡ്മിഷൻ സമയത്തേക്ക് റെഡിയാക്കി വെക്കുക അങ്ങനത്തെ കാൻഡിഡേറ്റ്സ്. ഇനി വരുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഇതേപോലെ നിങ്ങൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി പഠിച്ചതെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാനായിട്ട് കാണിക്കേണ്ട സർട്ടിഫിക്കറ്റാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പണ്ട് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി പഠിച്ചതെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. പക്ഷേ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ്സ് MG യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നവർ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കേരളത്തിന് പുറത്തു നിന്നാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് മാൻഡേറ്ററി ആണ്. കേരളത്തിൻ്റെ ഉള്ളിലെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം തരുന്നതായിരിക്കും. അതായത് വിത്തിൻ 6 months നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന രീതിയിൽ ഒരു ടൈം തരുന്നതായിരിക്കും. പക്ഷേ മറ്റ് കേരളത്തിൻ്റെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, NITs ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും അഡ്മിഷൻ സമയത്ത്. പിന്നെ വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റവന്യൂ അതോറിറ്റീസ് ആണ് കൊടുക്കുന്നത്. SC ST കാൻഡിഡേറ്റ്സിനാണ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യം വരിക. പിന്നെ അതിന് അനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. SC/BC കാൻഡിഡേറ്റ്സിന് കാണിക്കേണ്ട 2 സർട്ടിഫിക്കറ്റ്സ് ആണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഒന്ന് നിങ്ങളുടെ ഇൻകം നോക്കിയിട്ടുള്ളതാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ 2 സർട്ടിഫിക്കറ്റ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് 12 മന്ത്സിനുള്ളിൽ എടുത്തതായിരിക്കണം. പഴയതൊന്നും സബ്മിറ്റ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അത് EWS കാൻഡിഡേറ്റ്സിൻ്റെ കേസിലാണ് ഇൻകം ഓർ അസറ്റ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ റിസർവേഷൻ കിട്ടാനാണ്, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീസിലൊക്കെ കിട്ടാനുള്ള റിസർവേഷൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇപ്പം നമ്മൾ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി മറ്റെന്തെങ്കിലും ബോണസ് ഓർ വെയിറ്റേജ് മാർക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ റിലവൻ്റ് ആയ സർട്ടിഫിക്കറ്റ്സും ഇൻ ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കാണിക്കേണ്ടതാണ്. ഇതിൽ പല സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ സെയിം സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കാണിച്ചാൽ മതി അഡ്മിഷൻ സമയത്ത്. സോ ഇതൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ PG അഡ്മിഷൻ സമയത്ത്. സോ ഇപ്പോൾ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സും റെഡി ആക്കി വെക്കുക. ഇനി ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അഡ്മിഷൻ ആവുമ്പോഴേക്കും അത് റെഡി ആവുന്ന രീതിയിൽ റെഡിയാക്കി വെക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സോ താങ്ക് യു.